ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുധ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്നൊരു 4 മണി പലഹാരം ആയാലോ? അവില് കൊണ്ടാണിത് ചെയ്യുന്നത്. വളരെ സിമ്പിളായൊരു റെസിപ്പിയാണ്. കട്ട്ലറ്റാണ്. അവിലും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള ഒരു കട്ട്ലറ്റാണ്. പക്ഷേ നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്, ഡീപ് ഫ്രൈ ചെയ്തല്ല. അതുകൊണ്ട് അധികം ഓയിലൊന്നും ഇതിന് ആവശ്യമില്ല. വളരെ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. സിമ്പിളായ ഈ 4 മണി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കാണാം. കട്ട്ലറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ബ്രൗൺ അവിലാണ് എടുത്തത്. ഇത് ഒരു പ്രാവശ്യം ഒന്ന് കഴുകണം. കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 3 മിനിറ്റ് നമുക്കിത് കുതിർത്തിടാം. അപ്പോഴത്തേക്കും നല്ല പോലെ സോഫ്റ്റായി കിട്ടും. 3 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. എന്നിട്ട് ഈ അരിപ്പയിൽ തന്നെ ഒരു 5 മിനിറ്റ് നമുക്കിത് വെക്കാം. അപ്പോഴത്തേക്കും നല്ല പോലെ അത് സോഫ്റ്റായി കിട്ടും. 5 മിനിറ്റിന് ശേഷം ഞാനിതൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ കൈവച്ചിട്ട് നമുക്കിതിങ്ങനെ മാഷ് ചെയ്തെടുക്കാം. അവില് നല്ലതുപോലെ മാഷ് ചെയ്ത് കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് നല്ലപോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഗ്രേറ്റർ വഴി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്ററിൻ്റെ ഈ വലിയ കണ്ണിലൂടെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറികൾ ചേർക്കാനുണ്ട്. ഒരു സവാളയുടെ പകുതി ഇങ്ങനെ പൊടിയായി അരിഞ്ഞത്, 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞത്, ഇത് 3 ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് ചതച്ചത്, നമ്മുടെ വറ്റൽമുളകില്ലേ അത് ചതച്ചെടുത്തത്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി പൊടിച്ചെടുത്തതാണ്, ഇതില്ലെങ്കിൽ ചേർക്കണ്ട. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞൊഴിക്കണം. ഇനി എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. കട്ട്ലറ്റിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യട്ടെ. കട്ട്ലറ്റിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു ഇതുപോലെ ഒരു ബോൾ എടുക്കാം. ഒരു കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള കട്ട്ലറ്റ് മുഴുവൻ ഞാൻ റെഡിയാക്കി വെക്കട്ടെ. കട്ട്ലറ്റ്സ് എല്ലാം ഞാൻ ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. പാൻ ചൂടായതിനു ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിം തന്നെ കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട്ലറ്റ്സ് വെച്ച് കൊടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞു വന്നു കഴിഞ്ഞു. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ തിരിച്ചിട്ട ഭാഗം കൂടെ ഒന്ന് നല്ലപോലെ മുരിഞ്ഞു വരണം. ഇതുപോലെ തിരിച്ചിട്ട ഭാഗം റെഡിയായി കഴിഞ്ഞു. നമുക്കിതെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ്സ് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇതിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചട്നി അരച്ചെടുത്താലും മതി, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വളരെ സിമ്പിളായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ കിട്ടുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. ബൈ ബൈ.